ചക്ക കാണിച്ച് കൊതിപ്പിക്കല് നിർത്താറായില്ലേ ആൾക്കാരുടെ? അല്ലല്ല, എന്തോരം ശാപാണ് ഈ ചേട്ടൻ വാങ്ങി കൂട്ടുന്നത്. അപ്പൊ നമ്മള് ചക്കയിടതിന് മുമ്പ് 2 ഗോളികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. സരിത ഗോളിയും ജഗു ഗോളിയും. ഒരെണ്ണം വീണു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഇപ്പൊ വിട്ടു. കണ്ണ് പറ്റണ്ട. ജഗു പെട്ടെന്ന് ഉയരം വെച്ചു. സരിതേക്കൾ നമ്മളിങ്ങനെയാ പറയാലേ, ഡ്രസ് ചെറുതായി എന്നാ പറയാലേ. ഏതൊതുങ്ങാത്തതിന് ഒതുക്കും നമ്മള്. അപ്പൊ ഇതിന്റെ എന്താ തല കളയാഞ്ഞേ? നീ മറക്കണതല്ല, തല കളയില്ലേ. ചില കീഴ്വഴക്കങ്ങളുണ്ട്. എവിടെയില്ല അങ്ങനത്തെ കീഴ്വഴക്കം. ചേട്ടൻ മാത്രം ചെയ്യണം. നിന്റെ മീൻ കിടന്നു. ആ എനിക്കറിയാം. ചാറുടിക്ക്. ആഹാ, കാണുമ്പോ തന്നെ കൊതിയാണ്. രസമുണ്ട് കേട്ടാ. അയ്യോ പാവം പേടിച്ചിട്ട് പറയാ. അപ്പൊ കൊല്ലംകാർക്ക് ജയ്. എന്റെ കയ്യിലുള്ള ഉറയിൽ എന്നിട്ടെന്നറിയോ? കണ്ട, അടിപൊളി പേടക്കണ ചാള. അത്രയും ബെസ്റ്റ് ചാളയാണ്. നീ അവിടെ ഇരിക്കുക. ഇതേണ്ട പേടക്കണണ്ട ഈ ചാള. പിന്നെ അടുത്തത് എന്തിനാന്നറിയോ? നമ്മുടെ പ്ലാവ് കണ്ട ചക്ക നിൽക്കണണ്ട. ചക്കയും ചാളയും. അതും നമ്മുടെ ചക്ക കാണിച്ച് കൊതിപ്പിക്കല് നിർത്താറായില്ലേ ആൾക്കാരുടെ? അല്ലല്ല, എന്തോരം ശാപാണ് ഈ ചേട്ടൻ വാങ്ങി കൂട്ടുന്നത്. ഇത് മുഴുവൻ ചേട്ടനെ എവിടെ കൊണ്ടേ കളയും. ആളുകളെ കൊതിപ്പിക്കോ. എന്നെ തല്ലാൻ വരാണ്. പാപം കഴുകട്ടെ. ഈ പാപം കഴുകി കളയുന്നു ഞാൻ. അതെ, ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കര വീടുകളിടുന്നുണ്ട്. അപ്പോൾ ഒരു കൊല്ലംകാരിയായ ഒരു പെൺകുട്ടി നമുക്ക് കൊല്ലംകാര ചക്ക വെക്കണം. ആവണീസ് വേൾഡ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. അവനീന്നാണോ ആവണീന്നാണോ എന്ന് അറിയില്ല. കുഴപ്പമില്ല. കൊല്ലംകാര ചക്കപ്പുഴുക്ക് വയ്ക്കുക ചേട്ടാ, അതിനൊപ്പം മീൻ കറി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ദിപ്പ തന്നെ വാങ്ങിച്ചു കൊണ്ടിട്ടുള്ള ചാളയാണിത്. കണ്ടാ, നന്നാക്കി കിട്ടിയില്ല. കണ്ടാ, അടിപൊളി ചാളീന്. പിന്നെ ചക്കിടണം മോളിന്ന്. ചക്ക ചെറിയേട്ടനും വേണം. ചക്ക ചെറിയേട്ടനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്ക നന്നാക്കി ചാള നന്നാക്കി വരുമ്പോഴേക്കും സരിത വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എനിക്ക് കുറച്ച് പണിയുണ്ട് വീടിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചക്ക ഇടണോ ചക്ക നന്നാക്കണോ? ചാള നന്നാക്കണോ? രണ്ടിനും ചാണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ് ചേട്ടൻ ചെയ്യില്ല. പിന്നെ എന്തിനോട് ചോദിക്കണം? നീ തന്നെ രണ്ടുപേരല്ലോ ഒരെണ്ണത്തെ തൊട്ടെ. ചക്ക ആദ്യം ഇടണം. അല്ല, അപ്പൊ ചക്ക ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാള നന്നാക്കണം ആദ്യം. ഓപ്പോസിറ്റ് ചെയ്യണ്ടേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലേ, എന്തുട്ടാവട്ടെ. ആദ്യം ചക്ക ഇടാ. അപ്പൊ നമ്മള് ചക്ക ഇടതിന് മുമ്പ് 2 ഗോളികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. സരിത ഗോളിയും ജഗു ഗോളിയും. അതായത് ചക്ക ഇങ്ങനെ വീഴുമ്പോ തെറിച്ച് വല്ല നമ്മുടെ ഈ മീൻ ഫിഷ് ടാങ്കിന്റെ ചില്ലിമിലേക്ക് വരാണെങ്കിൽ തടയാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ കാലല്ലോടിയുള്ള പിന്നെ കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഇങ്ങനെ തടയണം. ഞാനോ ആദ്യം ഓടി മാറും അടുത്തേക്ക് വരുമ്പോട്ടെ ചേട്ടാ. അപ്പൊ ചക്ക ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഒരു ചക്ക ഇടാൻ പോവാണ് കേട്ടാ. അത് അപകടമാണ് കേട്ടാ ചേട്ടാ. അത് ഈ വലിയ ചക്കല്ല, അവരും ചെറിയ വേണം. ഞാൻ എല്ലാവരും വേണോ ചക്ക? സുജിതയ്ക്ക് വേണോ ചക്ക? അവൾക്ക് വേണമെന്ന്. ഗുരുവായൂരപ്പ. ഒരെണ്ണം വീണു. ഒന്നും സംഭവിച്ചില്ല. ഈ കല്ലായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, തെറിക്കില്ലെന്നുണ്ട്. അടുത്ത ചക്ക വിടാൻ പോണു കേട്ടാ. ഒന്നും സംഭവിച്ചില്ല. 2. അപ്പൊ ഈ കല്ലില്ല ചേട്ടാ. കല്ലിൽ ശരിക്കും വീണ് കഴിഞ്ഞാൽ തെറിക്കില്ല. അതൊരു കല്ല്. പിന്നെ അതിന്റെ അടിയിൽ ചാക്കുണ്ടല്ലോ. അല്ലാണ്ട് ചക്ക വേണാവോ? അല്ല, രണ്ടും കൊടുക്കാം. എന്തായാലും ഇടണ സ്ഥിതിക്ക് ഒരെണ്ണം കൂടി ഇട്ടോ. അത് ചവിട്ടി നിർത്താൻ പോയതിന് വലിയ കള 3 വീണത് കേട്ടാ. ഇനി അപ്പുറത്ത് വീഴ്ത്താൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നിന്നാ മതിട്ടാ. ചേട്ടാ, ആ അറ്റത്തുള്ളത് ആ പൈപ്പ് മിൽക്ക് വീഴാനുള്ള സകല സാധ്യതയുണ്ട്. എന്തെങ്കിലും അവിടെ തട വെക്കേണ്ടി വരും. അതിന്റെ മുകളില് ചേട്ടാ ഒരു സാധനം വെക്കണത് തടാന്ന് പറഞ്ഞില്ലേ? സോഡയാ? ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങക്ക് 2-3 ദിവസം കൂട്ടാൻ വെക്കാനുണ്ടാവും. അയ്യോ ചേട്ടാ, അതിൽ 3 എണ്ണം ചെറുത് വേണ്ട ചേട്ടാ. രക്ഷപ്പെട്ടു. കഴിഞ്ഞു. അങ്ങനെ മൊത്തം നമ്മൾ 4 ചക്കിട്ടു.
വീണില്ലേ ഭാഗ്യം ഗോളി നിൽക്കാൻ ഇങ്ങോട്ട് വരാണെങ്കിൽ തടഞ്ഞു നിർത്താൻ. ഓ ജഗ്ഗു നിരാശനായി മടങ്ങി. അത് മൂക്കറയുണ്ടാവും അറിയില്ലേ. അതെ വെല്ലിച്ചനോടെ അവരോട് പറഞ്ഞ ചക്ക കൊണ്ടുപോകണം ചക്ക കൊണ്ടുകൊടുത്തോ വേണമെങ്കിൽ നീ അവനോട് സൈക്കിളും കൊണ്ടുപോകാൻ പറ്റും. സൈക്കിളിന്റെ കാരിയർ മറ്റേ ലയർ അടിച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോക്കാം. അല്ലെങ്കിൽ ഉന്തു വണ്ടിയിൽ വെച്ചിട്ട് ഉന്തി കൊണ്ടുപോണ്ടി വരും. അപ്പൊ ചക്ക ഒരെണ്ണം വെട്ടി കഴിഞ്ഞിട്ട് ചാള നന്നാക്കാം, എന്നിട്ട് നന്നാക്കാം. ഓക്കെ ആയി ശരി. ഈ ചക്ക ഇടുന്ന കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്തുട്ടാ കറി വയ്ക്കണേ. ഇതാണ് നമ്മുടെ സുജിത കേട്ടാ. സുജിത ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരും സരിതനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ ഫുള്ള് മിറ്റടിക്കണം. പിന്നെ എന്താ പറയാ, ഞാൻ മര്യാദയ്ക്ക് അടിച്ചു വാരോടെന്താ ചേട്ടന് ഞാൻ അടിച്ചു വാരൽ കണ്ടിട്ട് വിഷമം. അപ്പോൾ എൻ്റെ അടുത്ത് അധികം അടിച്ചു വാരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടിച്ചു വാരൽ ഞാൻ കുറഞ്ഞോടുകൂടി ഞാൻ വണ്ണം വെച്ച് തുടങ്ങി, വെയിറ്റ് കൂടി തുടങ്ങി. സമാധാനമായില്ലേ? അതായിരുന്നു ചേട്ടൻ്റെ ഉദ്ദേശം. എനിക്കൊരു ഉദ്ദേശമില്ല. അപ്പോൾ സുജിത ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സുജിതരെ വർത്താനാണ് അവിടെ നിന്ന് കേട്ടോടന്നേട്ടാ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സുജിതരെ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അത് നിനക്കുള്ള ചക്കയുണ്ട് ഇവിടെ, പേടിക്കണ്ട. നീ ചക്കനെ വെട്ടാൻ പോകണം കേട്ടോ. ഈ ചോള നീ ചോളയില്ലാന്നല്ലേ പറഞ്ഞ നോക്കിക്കോ. ഇവള് ചക്ക വീട്ടില് പ്ലാവ് ഉണ്ടല്ലേ, ആ പ്ലാവില് ആപ്പാട് അതിൽ ഇഷ്ടം പോലെ അങ്ങനത്തെ ചക്കകൾ പഴുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ചക്ക ഒറ്റടി അടിച്ചാൽ മതി. വിസില് വരില്ലേ, നമ്മള് വിസില് വരുമ്പോഴേക്കും നിർത്തുമ്പോഴേക്കും കുഴയും. അപ്പൊ പഴച്ചക്കയാണോ? അതില് ചൊളോറ് പക്ഷെ നല്ല രസം ഇപ്പൊ മഴക്കാലം ഞാൻ വെട്ടും. നിങ്ങളുടെ വർത്താനം കഴിഞ്ഞിട്ട് വെട്ടാൻ നീന്നോ, അതിന് കുഴപ്പമില്ല. അല്ല ഞാൻ പോട്ടെ, കുഴപ്പമില്ല. ഇങ്ങോട്ട് തിന്നോ, നിങ്ങളുടെ ചക്കയിലത്തെ ഇതിൽ കണ്ടോ വേണമെങ്കിൽ തേങ്ങ. എനിക്കറിയാലോ, എനിക്കിപ്പോ ചോള എന്തോരണ്ടെന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. സുജിതക്കാണ് കാണണ്ടേ. നോക്കിയേ ചേട്ടാ അവിടെ. അയ്യോ കണ്ട ഇഷ്ടം പോലെ ചോള കണ്ട. മുളഞ്ഞീനടിക്ക് വീഴും കണ്ട. നിങ്ങൾക്ക് ചക്ക അല്ല ഇതില്ല എന്നുള്ള പരാതി വേണ്ടെന്ന്. അപ്പോൾ ഇത് പോട്ടെ, ഈ മുളഞ്ഞം പോട്ടെ. നമുക്ക് ചാള നന്നാക്കാം. ചാള നന്നാക്കണമ്പോഴുള്ള ചാള നന്നാക്കുമ്പോഴുള്ള രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ചാള നന്നാക്കിക്കൊണ്ടിരിക്കും ഇവിടെ കാമറയും ലോറിയും അടുത്തുണ്ടാവണം. അവരടുത്തുണ്ടാകുമ്പോൾ അവർക്ക് നീ ഇവിടെ നിന്ന് പേടിക്കുന്നുണ്ട, ഇവിടെ ഓടി നടക്കുക. എന്തിനാ പേടിക്കുന്നത്? ഈ അവർക്കോ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഒരു രസമല്ലേ, ഭയങ്കര രസമാണ്. പക്ഷേ നമ്മുടെ ഇതുവരെയായിട്ട് ചാള നമ്മുടെ അല്ല ഇത് നിക്ക് പറഞ്ഞോ ഓഫാക്കി. അല്ല പറഞ്ഞോ ചേട്ടന്റെ മൈക്ക് മതി എനിക്ക് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ചാർലീനെയും പേളീനെയും കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ ചാള വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചാള വാങ്ങിച്ചിട്ട് ഏകദേശം 2 മാസത്തിന് മീതി ചെയ്യുന്നുണ്ടല്ലേ. ചാർലി വന്നിട്ട് 2.5 മാസമായില്ലേ. അപ്പോൾ ഈ ചാർലിക്ക് ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഞാനൊരു കാര്യം പറയട്ടെ. അതിന് തന്നെ നമ്മൾ ഈ ചാള നന്നാക്കുമ്പോൾ ഇതിൻ്റെ കുടൽ കയ്യോടെ കൊടുക്കലാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പണി. ഇവർക്ക് ഇഷ്ടം അല്ല, അത് ചിലപ്പോ ദഹിക്കില്ല, അത് കാന്നിടും. ഏതും കാലും ചിലത് ചാള നെയ്യടക്കമാക്കിയിട്ട് കൊണ്ടിട്ട് നായക്കൾ വന്നിട്ട് കാലിന് കണ്ടിട്ടുണ്ടാ. ഇവിടെ ഒന്നും വേണ്ട, വേവിച്ചു കൊടുത്താ മതി. വേവിച്ചു കൊടുക്കണ അല്ല വേവിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് അങ്ങനെ നമ്മളെ കാന്ന് കൊണ്ടിട്ട് ഇവിടെ വേവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വെയില്ലേ ചൂട്. ഞാൻ പോട്ടെ. അപ്പൊ നമുക്ക് തർക്കം തീർന്നു. ചാളരെ തല വേവിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നേരാവട്ടെ. ഓരോരുത്തരും ഉള്ളതുണ്ട. ഇതിന്റെ പകുതി ഒരെണ്ണം കടിച്ചുകൊണ്ടായി. സരിതര ചെരുപ്പിനെ കടിച്ചുകൊണ്ട് പോയി. ഇതിന്റെ ഒരു ജോഡി ജഗ്ഗുവിന്റെ കാണുമ്പോഴാണ് അവര് എടുത്തോണ്ട് പോവാ. ഇതിപ്പോ ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം ഇവിടെ, കാരണം ഇത് ഒറ്റയ്ക്കല്ല കിടക്കുന്നത്, അതുകൊണ്ട് ഇത് കൊണ്ടുപോയിട്ടില്ല. അതേപോലെ ഈ ചെരുപ്പിന്റെ അതെ ഒരെണ്ണം ഇവിടെ ഇരിക്കുകയാണ്, ഒരെണ്ണമാണ് എടുക്കണം, അതുകൊണ്ട് ഇതും കൊണ്ടുപോയില്ലേ. 2 എണ്ണമായിട്ട് കിടക്കണം എന്റെ കൊണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ കടിച്ചു മുറിച്ചു. ഇതിന്റെ മറ്റേ ചാക്കിലിടാം, വേസ്റ്റ് ചാക്കിലിടാനേ പറ്റുള്ളൂ. ഇത് അവിടെയും ഇത് അടിയിലും ഇതായില്ല. ഇവിടുത്തെ നായകളുടെ സ്വഭാവമാണ് പറയുന്നത് കേട്ടാ. ചാർലിയും പേടിയുടെ സ്വഭാവമാണ് പറയുന്നത്. അതെ, നമ്മുടെ കരമന അമ്മയാണ് സത്യത്തിൽ പറയില്ലേ, അതിലെ തുപ്പാനായിട്ടൊരു ത്രില്ലില്ലേ എന്ന് പറയില്ലേ സരിത, അതേപോലെ ചക്ക കൊണ്ടുപോകണം പറഞ്ഞോ. അത് ചക്ക കൊണ്ടുപോയി കൊടുത്തോ. എന്താ ചക്ക കൊണ്ടുപോയി ഒരു ഹോബിന് അല്ല, ഒരു രസം. സരിത ചങ്ങലേമല്ലാത്ത സമയത്ത് അവര് അങ്ങനെ ചെയ്യല്ലോ.
അവളിപ്പോ മലർന്ന് മലർന്ന് ഇങ്ങനെ നിൽക്കും. കുറേ സമയം നിൽക്കും. അതിന്റെ മുഖം നോക്കിയല്ലേ. അയ്യോ പാണ്ടരെ പോലെ പാണ്ട പാണ്ട പാണ്ട. കിടക്കണോ ഇത്? ഭയങ്കര അല്ല ചേട്ടൻ്റെ അവിടെ അല്ല ചേട്ടന് അവിടേക്ക് ചക്ക വേണം. പക്ഷെ അവിടെ അല്ല ചേട്ടനും ഇല്ല അമലും ഇല്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ജഗ്ഗുദേ കൊണ്ടു കൊടുക്കാട്ട. അപ്പോൾ ചാള നന്നാക്കാൻ പോവാണ്. ഇവിടെ നിന്നിട്ട് നന്നാക്കാം. ഇപ്പോഴത്തെ ചാളയ്ക്ക് ടേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. ഇപ്പോൾ ട്രോളിങ് ഇപ്പോൾ അടുത്ത ആഴ്ച ട്രോളിങ് ആവില്ലേ? ജൂൺ 6-ാം തീയതി എത്രാം തീയതി ട്രോളിങ് ആവില്ലേ? ട്രോളിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചാള കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് ട്രോളിങ്ങിൻ്റെ ടൈമിലാണ് ചാളയ്ക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരുന്ന ടൈം കേട്ടോ. അങ്ങനെയാണ്ട് ടേസ്റ്റ് കൂടി ഇങ്ങോട്ട് വരും. ആ ടേസ്റ്റ് നിലനിൽക്കുന്നത് ഏകദേശം ജനുവരി അന്തരീക്ഷം ചൂടാവണ വരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലാണ് നല്ല പലിങ്ങിയുണ്ട്. സരിത പറഞ്ഞിട്ടുണ്ട് ഈ തല കളയാനായിട്ട്. കണ്ടാ ഈ അവൾക്ക് ഈ തല ഇങ്ങനെ എടുക്കണ കണ്ണ് കാണാൻ ഇഷ്ടമല്ലേന്ന്. കണ്ടാ ഇങ്ങനെ എടുക്കാം. ഷാപ്പിലൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ തലയൊക്കെ എടുക്കണ്ടാവില്ല താങ്ങിയ. സുജിതേരെ പിള്ളേരെ യൂണിഫോം എടുത്താ ഇല്ലേ? അതെ ജഗുവിൻ്റെ അടുത്തിട്ട് കിട്ടിയില്ല. അങ്ങനെ ചാള നന്നാക്കൽ കഴിഞ്ഞു. ഇത് കണ്ട ഈ സാധനം കണ്ട, ഇത് നായകൾക്ക് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. സരിത ചോറ് ഊറ്റി വന്നു. ഞാൻ ചക്ക നന്നാക്കി, ചാള നന്നാക്കി, പിന്നെ പണികൾ ചെയ്തു. മീൻ വറക്കാനുള്ള ചാള വരഞ്ഞ് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും തേച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കൊല്ലംകാര ചക്കിനെ ആദ്യം വെക്കാൻ പോണത്. വലിയ വ്യത്യാസമൊന്നും അല്ല, അത് കഴിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ കുക്കർ എടുക്കണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ചക്ക കഴുകി കൊണ്ടുവച്ചതാട്ടാ. വാരിട്ടോ, ആവശ്യത്തിന് വാരിട്ടോ. എന്തോരം വേണം നമുക്ക് എന്തോരം തിന്നാൻ പറ്റുന്നത് പിന്നെ. ബാക്കിയുള്ളത് നമ്മൾ സാധാരണ ഈ ചക്കുപ്പേരി വെച്ചോ അതിനാണ് കൂടുതൽ. അത്ര മതിയില്ലേ? മതിയില്ലേ? അത്ര മതി. കണ്ണ് പറ്റണ്ട തേങ്ങ. ശരി. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്നു. സാധാരണ പോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. 2 വിസിലടുപ്പിക്കാനാ പറഞ്ഞാണ്. മതി. വെള്ളം ഒഴിക്കണം. ഇതിങ്ങനെ ഉണ്ടാക്കിക്കോ. ഇങ്ങനെ ആക്കി വിടും നിനക്ക്. മഞ്ഞപ്പൊടി മൂക്കിയ പോയി. വാ, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. ഇപ്പോൾ മഞ്ഞപ്പൊടി മൂക്കിയ പോയി. അത് തുമ്മി, അപ്പം അത് പോയി, പുറത്ത് തന്നെ പോയി. കാറ്റുണ്ടല്ലേ? ലൈറ്റർ എടുത്തിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ ഇത് 2 വിസിൽ അടിപ്പിക്കാൻ പറഞ്ഞു. അത് പല ചക്കൾക്കും പലതരത്തിലായിരിക്കും. നന്നായി ഉടയ്ക്കണം. അവർക്ക് കിട്ടുന്ന ചക്ക അവര് കുക്കറിൽ വേണമെങ്കിൽ 2 വിസിൽ അടിക്കായിരിക്കും കൊല്ലംകാരെ. അതിന്റെ ഒപ്പം തന്നെ മീൻകറി വയ്ക്കാൻ പോകട്ടെ. കൊല്ലംകാര മീൻകറി ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തൃശ്ശൂർകാര മീൻ നമ്മള് സാധാരണ വെക്കണ മുളകിട്ട മീൻകറിയാണ് നമ്മൾ ചെയ്യണത്. മുളകിട്ട മീൻകറി നമ്മള് തൃശ്ശൂർക്കാരുടെ അല്ല, കോട്ടയം സ്റ്റൈലാവൂല്ലേ? തെക്കന്മാരെന്ന് പറയും നമ്മള് അല്ലേ? തെക്കന്മാര് അവിടത്തെയാണ് നമ്മൾ വിൽക്കുന്നത്. അവരങ്ങനെ പറയാറില്ല അല്ലേ? പറയില്ല.
വടക്കുവശതി പോയാന്ന് പറയും, ഇവര് തെക്കന്മാരെന്ന് പറയും. അതന്നെ. തെക്കര് അമ്മ പറയാ തെക്കരുന്ന്. ആ നമ്മളവരെന്താവും പറയണ്ടാവുക, മധ്യ അല്ലേ? നമ്മള് മധ്യല്ലേ, തൃശ്ശൂര് എറണാകുളമൊക്കെ മധ്യ കേരളം എന്ന് പറഞ്ഞ അങ്ങനെയല്ല. കേരളം ഇപ്പൊ മധ്യ കേരളം എന്ന് പറയുന്നത് കോട്ടയം ഇങ്ങോട്ടുള്ള കുറച്ച് എറണാകുളം അങ്ങനെ പത്തനംതിട്ട അങ്ങനത്തെ മധ്യ കേരളം എന്ന് പറയുന്നുണ്ട്. ശരിക്കും മധ്യ കേരളം ഇതൊക്കെയാണ്. ഏതൊക്കെയും ഇത് വെളിച്ചെണ്ണ ഒഴിക്കണം, ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതേ സവാള ഇരുന്നു, ഇതെന്തൊരു വലിയ സവാള. സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഇരുന്നു ഇഞ്ചി വെളുത്തുള്ളി ഒരു ലേശം, ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടാ. പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടി വേണം. ഓ ഇത് ഇളക്കി ഞാൻ പച്ചമുളക് പൊടിക്കാൻ പോയിട്ട് വരാൻ ഇറക്കി പോകാം. നല്ല കാന്താരി മുളക് ഇതിനും വേണ്ട, വേണം എരിവുള്ളത്. എനിക്ക് ചക്കയ്ക്ക് എരിവുള്ള മുളകാണ് വേണ്ടതെന്ന് പറഞ്ഞോണ്ട് എരിവുള്ളതെന്ന് പറഞ്ഞാൽ കാന്താരി മുളക് കിട്ടിയില്ല എനിക്ക് വാങ്ങിക്കാൻ പോയിപ്പോ. നമ്മുടെ മിളക് കുഴിച്ചിട്ടൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ലേ? ഉണ്ടാവുണ്ട്. ചട്ടി ചൂടാവണല്ലോ, അല്ല വെളിച്ചെണ്ണ ചൂടാവണല്ലോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. അതെ, ഇളക്കി അവിടേക്ക് അല്ലേണ്ട അവിടേക്ക് നല്ല കാന്താരി അല്ല നല്ല മിളകുണ്ട്, എരിവുള്ള മിളക്, അത് പൊട്ടിച്ചിട്ട് വരാം നമുക്ക്. അത് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ ഒപ്പം തന്നെ പച്ചമുളക് ഇടണം. പക്ഷേ നമ്മൾ പച്ചമുളക് ഉണ്ടായില്ലേ, അപ്പോൾ ഇവിടുന്ന് 2-3 പച്ചമുളക് പൊട്ടിക്കാം. ചേച്ചി എരിവുള്ള പച്ചമുളകില്ലേ? ഉണ്ട്, കഴിഞ്ഞ അതേ കണ്ട. ഇത് നല്ല ഇടം പറഞ്ഞത് ഭയങ്കര ഭീകരമായ എരിവുള്ള മുളക്. കോഴി കൊണ്ടല്ലോ അല്ല കൊക്കുണ്ടല്ലോ മുട്ടിട്ടാ. അതെ കാന്താരി ഉണ്ട്, ചുവപ്പ് കാന്താരിയാണ്. ഒരു 3-4 പൊട്ടിക്കാം കേട്ടോ. കൊക്കോ ഒരേ താളത്തിലെ കോഴി കൂണത് അല്ല കൊക്കണത്. കൊക്കോ ഇതേ മിളക് പൊട്ടിച്ചു. ഈ വേഗോട ഇത് ചക്കരിക്കുള്ള മിളക് കൊണ്ട് കേട്ടോ സരിത. കാന്താരി ചക്കരിക്ക് എടുത്ത വലുത്, മറ്റത് മീനിലേക്ക് എടുത്ത കണ്ട. കാന്താരി ചക്കരിക്കത് അടിപൊളി കാന്താരി അല്ലേ, നല്ല എരിവുണ്ടാവും. ഇനി അടുത്തത് വേപ്പില പൊടിക്കണ്ട. വേപ്പില കേട്ടാ. പച്ചമുളക് ഇട്ടത് കാണാൻ പറ്റിയില്ലല്ലോ. നീ പച്ചമുളക് ഇട്ടെന്ന് പറയാൻ സാറല്ലേ. ഒന്നെ ഞെട്ടിപ്പിക്കാൻ ചിട്ടായിരുന്നു ചെയ്തത്. പച്ചമുളക് 2 കയറിയിട്ട് ഇവിടെ എനിക്ക് കണ്ടില്ലേ. ഞാൻ നമ്മൾ വേപ്പില പൊട്ടിക്കാൻ പോയ സമയത്ത് സരിതായിരിക്കും ഇട്ടു വേപ്പില അല്ല പച്ചമുളക്. രണ്ടാമത്തെ വിസില് 2 വിസിലടിച്ചു. ഉപ്പിടാൻ പോകണം എനിക്ക്. ഉപ്പ് കൂട്ടാനിക്കുള്ള ഉപ്പ്. കൂട്ടാനിക്കുള്ള ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ഉപ്പ്. അല്ല ഇനിയിപ്പോൾ ഈ ചക്കരിക്കുള്ള സാധനങ്ങൾ നാളികേരവും ജീരകവും ഇതേ അവിടെ ഇരിക്കുന്നു, അത് ചതച്ചു കൊണ്ടുവരണം. ഒന്ന് ഒതുക്കുക എന്നാ പറയണേ, അരയരുത്. ഒന്ന് അമ്മീമലാണെങ്കിൽ ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ഒരു പ്രത്യേക രീതിയിലാണ് അത് എഴുതിയേക്കണത് അല്ലേ, എന്താ പറയാ? അല്ല, നാളികേരം, ജീരകം, വെളുത്തുള്ളി, നമ്മൾ ചുമന്നുള്ളിയും കൂടി ചേർക്കും. പക്ഷെ അതിൽ ചുമന്നുള്ളിയില്ല, വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക്, ഇത്രയും സാധനങ്ങൾ ഒതുക്കി കൊണ്ടുവരും. കമന്റ് ഒക്കെ ഇടാറുള്ളതാ. കമന്റില് പറഞ്ഞു തരുന്നതാ. കൊല്ലംകാരി കുറേ പേരുണ്ട്. അപ്പോൾ കൊല്ലംകാരോട് ഇപ്പം കൊല്ലംകാരൻ മീൻകറി എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തന്നെ വെക്കാം. വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നേരി വ്യത്യാസങ്ങൾ കയറി ഇങ്ങനെ വരലുള്ളൂ. ജയിച്ചു മടുത്തുന്ന. അയ്യോ ഇവന് ഇതിനൊക്കെ ചെറുതായി. പെട്ടെന്ന് ഉയരം വെച്ചു. നമ്മളിങ്ങനെയാ പറയാലേ, ഡ്രസ്സ് ചെറുതായി എന്നാ പറയാലേ. നമ്മൾ വലുതായി അങ്ങനെയല്ല നമ്മൾ പറയണ്ടേ. അങ്ങനെ അയ്യോ ഇത് ചെറുതായി. ഡ്രസ് ഒരിക്കലും ചെറുതാവണില്ലല്ലോ, ചെറുതാവും അലക്കുമ്പോ ചെറുത് ചുരുങ്ങും, അതുണ്ടാവും. പക്ഷെ ഇവര് വലുതായില്ല. നമ്മുടെ കുറച്ച കഴിഞ്ഞു. ഏതാ മീൻ പറയും? അറിയാം, പിന്നെ എന്തിനാ ചോദിക്കണം? ഉപ്പെടുത്തന്നെയാണ് ചെയ്യുന്നത്. ജഗ്ഗുന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരും. അല്ല ഇവനെ പച്ചപ്പൊടി അതൊക്കെ തിന്നല്ലേ, അത് ബ്ലഡ് കുറയുമ്പോ അങ്ങനെയൊക്കെ സാധനങ്ങൾ കഴിക്കുന്നു.
ചെറുപ്പം തൊട്ട് ബ്ലഡ് കുറവായിരിക്കും. ഇപ്പൊ വെള്ളം അവിടെ നിന്ന് കുടിച്ചിട്ട് ഇവിടെ വന്നാ മതിയായിരുന്നില്ലേ? ഇത് വാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണു, കൂട്ടാനിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇടണു. ഒരു കുറച്ചിട്ടാ മതി, എത്ര കൂടി ഇടാല്ലേ? ഒരു 10-14 ചാളി എടുത്തിട്ടുണ്ട് കേട്ടാ. മല്ലിപ്പൊടി തിരുമ്പി ഇട്ടു. ഭയങ്കര കോമ്പിനേഷൻ. മുളക് പൊടി ഇടണം. എനിക്ക് കണ്ടറിയാം അത് ഗംഭീരമാണെന്ന്. മതി. എന്നിട്ടാണ് ജാതി അഭിപ്രായ പ്രകടനങ്ങളാണ്. അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ട് മാറി നിൽക്കണ ആള് ജഗ്ഗു ഭയങ്കര അഭിപ്രായം. ഏതാ മീൻ? മിളക് ശരിക്കും മൂത്തിട്ടില്ലല്ലോ, മിളക് ശരിക്കും അരിഞ്ഞിട്ടില്ലല്ലോ, പച്ചമുളക്. പോയാ വാ, ബാക്കിയും കൂടി പറയ്, ബാക്കി കുറച്ച് കുറ്റങ്ങളും കൂടി കണ്ടുപിടിക്കറ വാ. ഇനി ഇതിലേക്ക് മൂത്തുകൊണ്ടിരിക്കല്ല, മൂക്കണം. മൂത്തതിന് ശേഷം മാത്രം. ഇത് 2 തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട് മറ്റേ മിക്സിയിൽ. 2 തക്കാളി പേസ്റ്റ്. ആഹാ, നല്ല കുഴമ്പ് വരുവായി. ബെസ്റ്റ് ചമ്മന്തി. അത് മല്ലിപ്പൊടി ഇടാൻ പാടില്ല മാത്രം, അപ്പൊ ചമ്മന്തി ആയില്ലേ? മല്ലിപ്പൊടി അല്ല, മല്ലിപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ചമ്മന്തിയാണ്. ചമ്മന്തിയും ആക്കാം. ജാറ് കഴുകി വെള്ളക്കയിൽ ഒഴിക്കാം. കൊടുക്കടൂ ഈ കൊടുക്ക. ഞാനെന്തിനാ ഈ തേങ്ങ ഈ ഉഷിച്ചത് കാറ്റ് കൊണ്ടുവന്നത്? അതിനത് ഇങ്ങനെ ഈ ഒരു തുണ്ട് കാറ്റ് എനിക്ക് കിട്ടില്ല കൂടുതൽ. ഇതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇവിടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ്. ഇതിലെന്താ വെച്ചില്ലേ, ചട്ടി കുറെ എണ്ണ വലിച്ചെടുക്കും ചട്ടിയിൽ വയ്ക്കുമ്പോൾ. ഒരു ഇതുകൊണ്ടാണ് കുറഞ്ഞത്. ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ. ഞാൻ സാധാരണ ഇങ്ങനത്തെ കൂട്ടാൻ വയ്ക്കുമ്പോൾ എന്നിട്ട് ചെയ്യുന്നറിയോ, ഈ ചട്ടിയിൽ വെള്ളം ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ കുടപ്പുളി ഉണ്ടല്ലോ അതിവിടെ തിളപ്പിക്കാൻ വയ്ക്കും. ഈ അടുപ്പത്ത്, അപ്പുറത്തെ അടുപ്പത്ത് വഴറ്റാം. അത് വഴറ്റി ശരിയായി വരുമ്പോഴേക്കും ഇതൊരു തിളച്ച് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ വഴറ്റിയ സാധനം ഇതിൽ ചേർക്കും. നന്നായി തിളച്ച് പറയുമ്പോൾ മീൻ ചേർക്കും. പെട്ടെന്ന് കൂട്ടാൻ റെഡി. പിന്നെ വീഡിയോ എടുക്കണ ആരോണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇതിലെന്നെ ചട്ടിയിൽ തന്നെ കൂട്ടാൻ വെക്കണമെങ്കിൽ ചട്ടിയിൽ കൂട്ടാനെ വെക്കാൻ പാടില്ല, വേറെ ഒന്നും വെക്കാൻ പാടില്ല. മനസ്സിലായി? ഇല്ല, മനസ്സിലായില്ല. ഇത് ഇളക്കി ഒരു പരുവാകുമ്പോൾ കുടംപുളി വെള്ളം ഇതാക്കി വെച്ചിട്ടുള്ളത് ഇടുന്നു. അത് ഭയങ്കര ഉപ്പായിരിക്കും സാധനം. തക്കാളി മിക്സിയിലടിച്ച വെള്ളത്തിൻ്റെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നു. മീൻ കൂടാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം, മീൻ മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതി. 10-14 ചാളിൻ്റെ ഇടതല്ലേ മതി. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്. ഉപ്പിട്ട് തിളയ്ക്കാൻ കാത്തിരിക്കുന്നു. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയി. മറ്റേത് ആക്കി കൊണ്ടുവരായിരുന്നു അല്ലേ? കയ്യിൽ വിറക് എടുത്തിണ്ടാ? ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ ഇതിലേക്കുള്ള നാളികേരവും സാധനങ്ങൾ അരച്ചിട്ട് വരാം. അരക്കല്ല, ഒതുക്കിയിട്ട് വരാം. നാളികേരം, ജീരകം, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇതിൻ്റെ ഇത് ഞെട്ട് വേണോ? വേണ്ട, നല്ല എരിവാന്ന് കൊണ്ട് ഇട്ടത്. ചൂഞ്ഞിമുളക, കാന്താരി, ചെറിയ ഇതിൽ പിന്നെ വേറെ എരിവില്ലല്ലോ അല്ലേ? അപ്പം ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നിന്ന് ഇനിയൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? ഇത് നന്നായി തിളച്ച് മറിയുമ്പോൾ ചാളി ഇടണം. എനിക്കറിയില്ല, അറിയാത്തോണ്ടാ പറഞ്ഞേ. നമ്മൾ ചാള ഇരിക്കുന്നു കേട്ടാ. തിളച്ച് ഇതായിരിക്കുമ്പോൾ ചാള ഇരുന്നു. ചാള വറ്റിച്ച് കിടക്കണോ? ജഗ് വന്നാ അപ്പൊ ചാള വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സരിത ഒതുക്കി കൊണ്ടു കേട്ടോ ഇതൊക്കെ. അപ്പൊ എന്തിട്ടാ വെച്ചാൽ ഞങ്ങളുടെ ഇതിൽ വേപ്പലി ഉണ്ടായിരുന്നു, കറിവേപ്പില. ആ സാധനം ഇതിൽ ഒതുക്കാൻ മറന്നു. അപ്പൊ നമ്മള് ഒരു 2-3 ഇതിൽ ഇട്ടിട്ട് ഞാൻ ഒന്ന് പിച്ചി നുറുക്കി ഒതുക്കാം നമുക്ക്. ചക്ക തുറന്നു സരിത ഇടൂ. ഒതുങ്ങിയ അവൻ ഇതില് അളക്കാണ്ട സാധനം വേപ്പിൻ്റെ ഞാൻ ഒതുക്കിയിട്ട് അതിരിക്കുന്നു. ഏതൊതുങ്ങാത്തതിന് ഒതുക്കും നമ്മള്. ഇത്
ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ലേ അല്ലേ ഇത് പറഞ്ഞിട്ടില്ലേ വേണ്ടി വരുമല്ലോ. പച്ച വെളിച്ചെണ്ണ ആ എല്ലാവരും ഇതിൽ പറഞ്ഞിട്ടില്ലേ മറന്നതാവോ നീ? അല്ല ഇതൊരു സിമ്പിൾ സാധനമാണ്, രസം ഉണ്ടാവും സാധനം ഉണ്ടാ. അല്ല വെളിച്ചെണ്ണ ഒരു തുണ്ട് പോലെ ഒഴിക്കാണ്ടാണ് ഇത് ചെയ്തതേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല. നമുക്ക് ഒഴിക്കാം ഇത്തിരി വെളിച്ചെണ്ണ, നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ കൊല്ലംകാരൻ പോയില്ലേ? അല്ല ആ പെൺകുട്ടി മറന്നതാണെങ്കിലോ? ആരും കാണാണ്ട് ഒഴിക്കുക നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ. ആരോടും പറയണ്ട. ഇതൊന്ന് ആവി കയറ്റി മൂടിയിട്ട് ആവി കയറ്റാ മൂടിയിട്ട് ഇളക്കി ഭംഗിയാക്കി. ഉപ്പ് നോക്കി നോക്കി ചേട്ടാ, ചൂടുണ്ടാവും. ഇല്ലേ ഇത്തിരി ഉപ്പിട്ടോ? എത്ര ഇടേണ്ടി വരും? അത്ര കിട്ടോ ഇട്ടോ, ധൈര്യം ഇട്ടോ, കുഴപ്പമുണ്ടാവില്ല. ഇനി ഇടണ്ടല്ലേ? ഇത്തിരി വെള്ളം കൂടി വേണ്ടതായിരുന്നു അല്ലേ? ഭയങ്കര അല്ല അതിന്റെ ചാറുണ്ടാവല്ലോ കഴിക്കാനായിട്ട്. ഇത് മാറ്റില്ലല്ലോ, ചോറിലേക്ക് കഴിക്കാനില്ലല്ലോ, മീൻ കൂട്ടാനിക്കല്ലേ. ഇതേ നോക്കിയേ, ഉപ്പ് നോക്കിക്കോ. ഇനി ഉപ്പുണ്ടാവും, ഇനി കുഴപ്പമില്ല. മൂടിയിട്ട് ഒന്ന് തീ കത്തിക്കുക അല്ലേ? സിമ്മിലേക്ക് എടുക്കണ്. അതെ, ഒന്ന് സ്വല്പം നേരം കേട്ടോ. 5 മിനിറ്റ് നേരം വിശ്രമം. 5 മിനിറ്റിനുള്ളിൽ ചക്ക കൂട്ടാൻ റെഡി, 10 മിനിറ്റിനുള്ളിൽ മീൻ കൂട്ടാൻ റെഡി. പിന്നെ മീൻ വറക്കണം. ഒരു ഈബിലാകുമ്പോൾ ചക്കളും വലിപ്പയില്ലേ, കുറേ ചക്കളുണ്ട്. അപ്പോൾ നമുക്ക് ചക്കര തീ ഓഫ് ചെയ്യാം. മീനിൻ്റെ ചാറ് പറ്റി തുടങ്ങി സരിത. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയേ, തീ കുറച്ചിടാം. സിമ്മിലിട്ടോ ഉപ്പ് നോക്കി നല്ല രസമായിട്ട്. അപ്പോൾ ഞാൻ മീൻ വറക്കാം, ഇപ്പുറത്തെ മീൻ വറക്കാം. കൂട്ടാൻ ഇവിടെ എടുത്ത് വയ്ക്കിട്ടെ, 1 മിനിറ്റ് മാറുന്ന. മീൻ വെറുതെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തേച്ച് വെച്ചിട്ടുള്ള കേട്ടോ ഞാൻ. അല്ലാതെ ചേട്ടാ അതിൻ്റെ ഉള്ളിലത്തെ പലിഞ്ഞീൻ എടുത്തിട്ടില്ല അല്ലേ? അപ്പം ഇത് കൊഴുപ്പുണ്ടാവും. കൊഴുപ്പുണ്ട്, അത് കാരണം ഉപ്പും മുളകൊന്നും ശരിക്കും പിടിക്കില്ല. ഞാൻ വറക്കുമ്പോൾ ഞാൻ ആക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നറിയോ? പലിഞ്ഞെടുത്ത് കളയും, പലിഞ്ഞീൻ എടുത്ത് മാറ്റും. എന്നിട്ട് പലിഞ്ഞീൻ അടക്കിയിരിക്കുമ്പോഴേ വയറിൻ്റെ ഉള്ളിൽ ക്ലീൻ ആവില്ല ശരിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായി ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ചക്ക തുറന്നാലോ സരിത? ചക്കയിലെ കുക്കർ തുറന്നു. തുറന്ന് കൂട്ടാൻ റെഡി സെറ്റായി. എനിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ, അവർ പറഞ്ഞില്ലേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ചേട്ടാ. വെളിച്ചെണ്ണ സൂത്രം ഇതിൽ ഒഴിച്ചാലോ? അത് ചിലപ്പോൾ പറയാൻ മറന്നാവും, ചിലപ്പോൾ അവരുടെ രീതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം നമ്മളത് തെറ്റിക്കുന്നില്ല, പറയാൻ മറന്നാണെങ്കിലോ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് മീൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. വേപ്പരക്ക് അരിയ കാരണം നല്ല ശബ്ദം. നന്നായി വേപ്പരണ്ട് വെച്ചിട്ട് ആക്കാൻ വെച്ചിട്ടാ തേങ്ങ കടകടണ്ട്. അപ്പം ഇതിൻ്റെ എന്താ തല കളയാഞ്ഞ്? മീൻ വറക്കണതല്ല, ഇത് തല കളയില്ല. അതാണ് അതിൻ്റെ ചില കീഴ്വഴക്കങ്ങളുണ്ട്. എവിടെയില്ല അങ്ങനത്തെ കീഴ്വഴക്കം. ചേട്ടൻ മാത്രം ചെയ്യണം. ഞാൻ ഷാപ്പിലേക്ക് പോവാറില്ല. എന്നിട്ട് തീരുമാനിച്ചു ചേട്ടൻ വെളിച്ചെണ്ണ ഒഴിക്കണ്ടോ ഇല്ലയോ? നീ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടെന്ന് ഒരു സ്വല്പം കഴിച്ചു നോക്കിയേ, അപ്പം അറിയാലോ. കൊല്ലംകാരെ കഴിക്കാൻ പോകട്ടെ. കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നാ പറയാ. എന്താ അങ്ങനെ പറയാൻ കാരണം? കൊച്ചി കണ്ടവന് അച്ചി വേണ്ട. കോഴിക്കോടും കടന്നു വന്നവൻ അന്നവും വേണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം? പറയും അങ്ങനെ പറയുന്നത് അതിൻ്റെ സാധനം കൂട്ടാൻ കൂടി കഴിക്കണം. ഇത് അല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാനല്ലേ പറഞ്ഞേ. ഉപ്പ് ഇപ്പോഴത്തിരി കുറവാ. ഒരു പൊട്ട് പൂണ്ടിയിട്ട് ഉപ്പത്തി കുറവുണ്ടാ? ഞാൻ വിചാരിച്ചു ചുമന്നുള്ളി ഇടാണ്ട് വെളുത്തുള്ളി മാത്രമല്ല ഇട്ടാണ്, അപ്പൊ രസം ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചു. ചക്കൂട്ടാണ്ടിക്ക് ഒരു സ്വല്പം ഉപ്പ് കൊണ്ടിരുന്നു കേട്ടോ. വീടിനില്ലാത്ത തേങ്ങ സ്വല്പം ഉപ്പ് കുറവായിരുന്നു പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ. മിക്സ് ചെയ്യുന്നു. അതേ ചേട്ടാ, കൂട്ടാനിലിടുന്ന വേപ്പിൻ്റെ എല്ലാം തിന്നാൻ പാടില്ലാന്ന്. ആരാ പറഞ്ഞ? ആൻറ്റി പറഞ്ഞതാ. അതെ, എന്നിട്ട് ആൻറ്റിക്ക് എത്ര? വേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഇതിൽ വല്ല വിഷാംശങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്നു, മനസ്സിലായ? അപ്പൊ ആ വേപ്പിൻ്റെ ഇല കഴിക്കുമ്പോൾ ആ വലിച്ചെടുത്ത വിഷാംശമൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലല്ലേ. ആളോട് ആരാ പറഞ്ഞ? ആൻറ്റിയുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞതോ അല്ലെ എവിടെയും വായിച്ചതോ? ആയിട്ടില്ലല്ലോ. വെറുതെ മറച്ചിടാൻ നോക്കിയതാ. നന്നായി മുരിഞ്ഞോട്ടാ, മുരിഞ്ഞില്ലേ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയാൽ മീൻ കൂട്ടാൻ സെറ്റായിട്ടാ. അപ്പോൾ നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മുടെ ഒരു വാഴെല്ലാം മുറിക്കാൻ പോകണം. മീൻ ഒന്ന് മൊരിയിട്ടേട്ടാ.
മീൻ അടിയിൽ പിടിക്കുന്നുണ്ട്. വേപ്പല വെച്ചാലും കാര്യമൊന്നുമില്ല കരുതേ. അപ്പോൾ നമുക്കൊരു വാടല മുറിക്കാൻ പോവാം. വാടല മുറിച്ചിട്ട് അതിലിട്ടിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ റംബൂട്ടാൻ നോക്കിയേ, ഇത്തവണ റംബൂട്ടാൻ വളരെ മോശം. ഈ വലിയ റംബൂട്ടാൻമേ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കണ്ട, ഇത് ഈ റംബൂട്ടാൻമേ നിറച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഇല. മീൻ ഓഫ് ചെയ്തു. സരിതമായി കൈ മാറ്റി. എന്തൊക്കെ പറഞ്ഞത് ഞാൻ. അപ്പൊ നമ്മുടെ 3 വിഭവങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഇത് കൊല്ലം, ഇത് കോട്ടയം, ഇത് തൃശ്ശൂര്. അത് തൃശ്ശൂരിൽ നിന്ന് കോട്ടയം വഴി കൊല്ലത്തേക്ക്. അതാണിത് ഈ പാചകം. അതന്നെ. അപ്പോൾ നമ്മൾ വാഴല വയ്ക്കാൻ പോണ്, ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചക്ക പുഴുക്കും മീൻ കൂട്ടാനും. ഇങ്ങനെ ചോറ് മീൻ കൂട്ടാനല്ലേ? അപ്പൊ ചേട്ടന് ചോറിനണ്ടി വരില്ലേ? എനിക്ക് മറ്റേ സാധനം ചക്കപ്പുഴുക്കും ഈ മീൻ കറിയാണ്. നീ വിളമ്പിയേ? ചോറൊന്നും എനിക്ക് വേണ്ട. ചോറുണ്ണണ്ടി വരുന്നു വിചാരിച്ചു. സാധാരണ മീൻ കൂട്ടാൻ കണ്ടാൽ ചേട്ടന്റെ കൺട്രോൾ പോവും. ചോറുണ്ണാറുണ്ടേ. ചക്കപ്പുഴുക്ക് കൊല്ലം മതി. അങ്ങനെ കൊല്ലംകാരുടെ ചക്കപ്പുഴുക്ക്. ചൂടാറാൻ ഭയങ്കര ചൂടല്ലേ? ഇത് കഴിക്കില്ലേ? ഇതിന്റെ മീതെ വിളമ്പ്. ആ എനിക്കറിയാം. ചാറൊഴുക്കി. ആഹാ, കാണുമ്പോ തന്നെ കൊതിയാണോ? യോ, സുജിതയ്ക്ക് അവിടെ നിന്ന് ചിരിച്ചിട്ട് പോതില്ല. സുജിത ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്. അയ്യോ, പെടക്കണ ചാളയെ കാരണേ ഇതിന്ന് പെടഞ്ഞ് ചാടി. ഭയങ്കര രസം. ടീസ്പൂൺ വേണ്ട, പൊന്തിക്കണ്ടിരിക്കാൻ. മീൻ തിന്നോട്ടെട്ടാ, ചൂടാൻ ഭയങ്കര ടേസ്റ്റാ. ഞാൻ അവൾക്ക് കൊടുക്കട്ടെ, നമ്മുടെ സുജിതയ്ക്ക് കൊടുക്കട്ടെ കേട്ടാ. കൊല്ലംകാരെ സമ്മതിച്ചിരിക്കുന്നു. ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇതുപോലെ എന്താ രസമുണ്ട് കേട്ടാ. അയ്യോ പാവം പേടിച്ചിട്ട് പറയാ രസമില്ല എന്നങ്ങനെ പറഞ്ഞു. ഇവരെന്നെ പിടിച്ച് എന്ത് ചെയ്യാവോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണ ദിവസം അവളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവൾ ഇഷ്ടപ്പെടാറുണ്ട്. ആൾക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി വെക്കാറില്ലേ? പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറില്ലേ? ഞാൻ നോക്കട്ടെ കേട്ടാ. രസമുണ്ടല്ലേ? എൻ്റെ അമ്മേ, ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു ചക്കയും മീനും. കഴിച്ചൂടെ? അതപ്പുറത്ത് പോയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പായൽ ഞാൻ വെച്ചിരുന്ന് വെച്ചിട്ട് നോക്കിയിരിക്കുക. കഴിച്ചിട്ട് രസമില്ലെങ്കിൽ കൈ കഴുകാൻ പോണ്ടേ? ഓ, എന്നിട്ട് കഴിച്ചിട്ട് രസം ഉണ്ടപ്പോ എന്ത് പറയണ്ട, പെട്ടു ജഗു. ആ പറയും, രസം ഉണ്ടെന്നാ ഇല്ലെന്നാ? ഗുഡ്. അപ്പൊ നിങ്ങൾ കഴിച്ചോ? ഇനി പകരം കൈ കഴുകിട്ട് കഴിച്ചോ. അടിപൊളിട്ടാ, ബെസ്റ്റ് സാധനം. അയ്യോ, ചാള വറുത്തത് കൊടുത്തില്ല അവൾക്ക്. ചാള വറുത്തിരിക്ക് കോമ്പിനേഷൻ അല്ല. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്യും. ഇതുവരെ നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കിയോ. ആവണി വേൾഡ്, ആവണീസ് വേൾഡ്. ഇടട്ടെ ചേട്ടൻ ഇത്തിരി ചക്ക മതി. എനിക്കൊന്നുമില്ല. ചോറ് ഇടട്ടെ. ചോറുണ്ട. ഇതേ ചേട്ടാ, ഈ മീൻ കൂട്ടാ സൂപ്പർ അല്ലേ? ഇത് കൂട്ടി കഴിക്കാൻ ചോറ് വേണ്ടേ? ഇപ്പൊ കഴിച്ചാലേ അത് ഇനി വേണ്ട, വേണ്ട. ചോറ് ഈ മീൻ കൂട്ടാനും ഈ മീൻ വറുത്തതും കൂട്ടി കഴിക്കാൻ ചേട്ടൻ ചോറ് തിരിക്കൊന്ന് നോക്കിട്ട് പറയും. ലേശം തൈര് കൂട്ടി കഴിക്കാൻ, മോരൊഴിച്ച് കഴിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട. അത് അവിടെ കൊണ്ടേക്കാൻ അല്ലെങ്കിൽ വേണ്ട. ചോറിട്ടോ കിട്ടോ? ഇത്തിരി ചോറിട്ടോ. എന്തായാലും ഇത്തിരി ചോറ് കൂട്ടി അല്ല മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് കഴിക്കാം. തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. ഇവിടെ ഡയലോഗാണ് വേണ്ടത്. തന്നോട് ഞാൻ ചോറ് തന്നെയല്ലോ പറഞ്ഞത്, അക്ഷരമൊന്നും മാറിയില്ലല്ലോ. ഇതാണ് ചോറ് വേണ്ടെന്ന് പറഞ്ഞ ആള്. ചേട്ടൻ കഴിച്ചോ? കഴിച്ചോ? ഏയ് വേണ്ട, പലിനി വേണം. ആഹാ, അടിപൊളി, സൂപ്പർ കൂട്ടാൻ, സൂപ്പർ ചോറ്. എന്താ പറയാ,
ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ ഇപ്പൊ ഓരോരുത്തർ നിൽക്കണ്ടാവാ. ഓടി ചോർന്ന അതും ഇതും കഴിക്കും. ഇത് മുഴുവൻ കൂട്ടാൻ കഴിക്കും ഞാൻ. അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കണ്ട. അത് ഞങ്ങൾ കഴിച്ചോളാം. ചേട്ടൻ ഇത് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് കൊണ്ടുവന്ന് വെച്ചത് തന്നെ. ഓ അപ്പൊ മീൻ കൂട്ടാല്ലെങ്കിൽ ആകർഷണം വരില്ല. അച്ഛൻ ആകർഷണം വരും. മീൻ കൂട്ടാ തീർന്നാലോ? ഇന്ന് വൈകുന്നേരം ആകർഷണം വരുമോ? വൈകുന്നേരം ചേട്ടന് കുക്കുമ്പറും ക്യാരറ്റല്ലേ ചോറും മീൻ കൂട്ടാനും കാണുമ്പോ ആകർഷണം വരുമെന്ന് ചോദിക്കണേ. പാവം ചേട്ടൻ. അപ്പൊ നിർത്താടാ. ഞാനിനി പോയിട്ട് സമാധാനമായിട്ടൊരുത്തിൽ ഇരുന്ന് ഇത് രണ്ടും കൂട്ടി കഴിക്കട്ടെ ഏട്ടാ. സുജിത പറഞ്ഞ അടിപൊളിയാണ്, സരിത പറഞ്ഞ അടിപൊളിയാണ്, ഞാൻ പറഞ്ഞ അടിപൊളിയാണ്. ജഗ്ഗു സൂപ്പർ എന്ന് പറഞ്ഞു. ജഗ്ഗു അകത്തി പോയി. അപ്പൊ ആവണീസ് വേൾഡിന് ഒരു നല്ലൊരു അവര് എന്തിട്ട് പറഞ്ഞ ഇത് ഉണ്ടാക്കും, കുറെ ഉണ്ടാക്കും. അന്നത്തെ ദിവസം അവര് ചോറ് കഴിക്കില്ല. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കും. വൈകുന്നേരം ഇത് തൈര കൂട്ടിയിട്ട് കഴിക്കുന്നു ഇതില്. പിറ്റേ ദിവസം ഇതും ചമ്മന്തിയും കൂട്ടി ചേർത്തിട്ട് കഴിക്കുന്നു. അങ്ങനെയാണ് ഇത്ര അവര് ചെയ്യാ. കൊല്ലംകാരി. അപ്പൊ നമുക്ക് നിർത്താം. അടിപൊളി സാധനം കേട്ടാ. അപ്പൊ കൊല്ലംകാർക്ക് ജയ്, കൊല്ലംകാർക്ക് ജയ്. അത് 3 ഐറ്റംസ് ഉണ്ട്. കൊല്ലം, കോട്ടയം. നോക്കിയേ, കൊല്ലം നമ്മള് അല്ല, ഇത് കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, ഇത് പാലക്കാട് മട്ടൈ. 4 ജില്ലയാ. അല്ല ഇതിപ്പോ കൊല്ലംകറി മീൻകറി ഇങ്ങനെ വെക്കുന്നതായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. ചിലപ്പോ മല്ലിപ്പൊടി ഇടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഉലുവ ഇടും. ഉലുവ ഇടണ്ടായിരുന്നു ചേട്ടാ. ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ കൈയൊന്ന് കഴുകട്ടെ. കൈ ഞാൻ മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നന്നായി ചോറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗറൊക്കെ എൻ്റെ അടുത്ത് ഓടിപ്പോവും. മതിയാ? അപ്പൊ നിർത്താട്ടാ. എന്നിട്ട് ചോറ് നിർത്താന്നാണോ? അതോ നിർത്തി, ചോറ് നിർത്തി, വീഡിയോ നിർത്തി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.